സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ മഹാദേവി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്നലെ നമ്മള് ഗൗതമ ശാപം കുറച്ച് തുടങ്ങി വെച്ചതേ ഉള്ളൂ. അത് പൂർത്തിയാക്കിയില്ല. ഒരുപാട് അങ്ങനെ പോയാല് കേൾക്കുന്നവർക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ പറയാറുള്ളൂ. അപ്പൊ ഇന്നലെ രാവിലെ ബാലികയായും മധ്യാഹ്നത്തിൽ നവയൗവനകാന്തിയോടുകൂടി യുവതിയായും സന്ധ്യാസമയത്ത് കൃഷ്ണനിറത്തോടുകൂടി വൃദ്ധയുമായി ശോഭിക്കുന്ന ദേവി, അവിടത്തേക്ക് നമസ്കാരം. സമസ്ത ലോകങ്ങൾക്കും പരമേശ്വരിയായ ദേവിക്ക് നമസ്കാരം എന്നായിരുന്നു ഇന്നലെ പറഞ്ഞു വെച്ചത്. അതിന്റെ ബാക്കി നമുക്കിപ്പോ നോക്കാം. ഇപ്രകാരം ഗൗതമ മഹർഷി സ്തുതിച്ച സമയത്ത് ജഗദംബിക മഹർഷിക്ക് പ്രത്യക്ഷ ദർശനം നൽകി. അവനങ്ങനെയാണല്ലോ, നന്നായിട്ട് സ്തുതിക്കുമ്പോൾ ദേവിക്ക് സന്തോഷമായി ദർശനം കൊടുത്തു. ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന ഒരു പാത്രം കൊടുത്തു ദേവി. എന്നിട്ട് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും ഈ പാത്രം സാധിച്ചു തരും എന്നും പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു. പണ്ട് പാഞ്ചാലിക്ക് സൂര്യഭഗവാൻ കൊടുത്തതുപോലുള്ള ഒരു പാത്രം. പിന്നീട് ആ ദിവ്യപാത്രത്തിൽ അവർക്ക് ആവശ്യമായ അന്നവും ഷഡ്രസങ്ങൾ ചേർന്ന കറികളും ദിവ്യാഭരണങ്ങളും. പാഞ്ചാലിയുടെ പാത്രത്തിൽ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഭക്ഷണം മാത്രം. ഇതങ്ങനെയല്ല, ദിവ്യാഭരണങ്ങൾ വന്നു, പട്ടുവസ്ത്രങ്ങൾ ഗമിച്ചു. പിന്നീട് യജ്ഞത്തിന് ആവശ്യമായ യജ്ഞപാത്രങ്ങൾ വന്നു. പശുക്കൾക്ക് ആവശ്യമായ പുല്ല് ലോഭമില്ലാതെ എത്രയാ പുല്ല് തിന്നാലും തീരാതത്ര പുല്ലുകൾ പശുക്കൾക്ക്. ആ മഹർഷി ആവശ്യപ്പെട്ടതിലും അധികം ധനധാന്യങ്ങൾ അവിടെ കുന്നുകൂടി. ഋഷി അതെല്ലാം എടുത്ത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. നല്ല വഴിക്ക് തന്നെ അത് പോയി എന്നർത്ഥം. നല്ല വഴിക്ക് പോകാത്തത് മോശം വഴിക്ക് പോവുമല്ലോ. ബ്രാഹ്മണർ മുനിയുടെ ഉപദേശം അനുസരിച്ച് യജ്ഞത്തിന് ആവശ്യമായ സാമഗ്രികളെല്ലാം എടുത്ത് യജ്ഞം തുടങ്ങി. മഹർഷിയുടെ ആശ്രമം സ്വർഗതുല്യവും ഐശ്വര്യപൂർണവുമായി. ബ്രാഹ്മണരും അവരുടെ പത്നിമാരും സ്വർഗത്തിലെ ദേവന്മാർക്ക് തുല്യരായി ഭവിച്ചു. ആശ്രമത്തിൽ ഒരു തരത്തിലുമുള്ള ക്ലേശങ്ങളും അനുഭവപ്പെടാതെ ബ്രാഹ്മണർ ആഹ്ലാദപൂർവ്വം ദിവസങ്ങൾ കഴിച്ചു. 100 യോജന വിസ്തീർണമുള്ള ആശ്രമത്തിലേക്ക് നാനാഭാഗത്തു നിന്നും ജനങ്ങൾ വന്നു. പലതരം മൃഗങ്ങൾ വന്നു, പക്ഷികൾ വന്നു. അവരൊക്കെ ഗൗതമ മഹർഷി വേണ്ട വിധം സംരക്ഷിക്കുകയും ചെയ്തു. വന്നവർക്കൊക്കെ സ്വാഗതം. ആശ്രമത്തിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന യജ്ഞങ്ങളാൽ ദേവന്മാർക്ക് വളരെയധികം സന്തോഷമായി. അവർ മഹർഷി വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഒരു ദിവസം ഇന്ദ്രസഭയിൽ വെച്ച് ഇന്ദ്രൻ ഇപ്രകാരം മഹർഷിയെ പ്രശംസിച്ച് പറഞ്ഞു: ഈ മഹർഷി നമുക്കൊരു കൽപ്പവൃക്ഷം തന്നെയാണ് കേട്ടോ. നാട് മുഴുവൻ ദുർഭിക്ഷത്തിൽ അകപ്പെട്ടിട്ടും മഹർഷി തന്റെ തപശക്തി കൊണ്ട് ഗായത്രി ദേവിയെ തപസ് ചെയ്തത് കൊണ്ടാണല്ലോ നമുക്ക് യജ്ഞഭാഗം ഭുജിക്കാൻ സാധിച്ചത്. ഇപ്രകാരം 12 വർഷം ഗൗതമ മഹർഷി അഹങ്കാരത്തിന്റെ കണിക പോലും ബാധിക്കാതെ സ്വന്തം മക്കളെ പോലെ ബ്രാഹ്മണരെയും മറ്റ് ജീവജാലങ്ങളെയും സംരക്ഷിച്ചു. അദ്ദേഹം ഗായത്രി ദേവിയുടെ ഒരു ക്ഷേത്രവും നിർമ്മിച്ചു. ആ ക്ഷേത്രത്തിൽ ബ്രാഹ്മണർ ത്രിസന്ധ്യകളിലും പുരസ്ചരണാദികൾ കൊണ്ട് ദേവിയെ പൂജിക്കുന്നു. അന്ന് മാത്രമല്ല, ഇന്നും അവിടെ ദേവിയെ പ്രഭാതത്തിൽ ബാലികയായും മധ്യാഹ്നത്തിൽ യുവതിയായും സന്ധ്യാസമയത്ത് വൃദ്ധയായും കാണാം എന്നുള്ളതാണ് ആ ഒരു ദിവസം ദേവർഷി നാരദന്റെ മഹതി വീണയിൽ ഗായത്രി ദേവിയുടെ മാഹാത്മ്യം പാടി സ്തുതിച്ചുകൊണ്ട് ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ശ്രീനാരായണ മഹർഷിയുടെ ജോലി തന്നെ അതാണല്ലോ. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഗൗതമാദി മുനീന്ദ്രന്മാർ വിനീതരായി നിന്നു. അവർ ദേവർഷിയെ ഉത്തമമായ രീതിയിൽ സൽക്കരിച്ച് പൂജിച്ചു. അപ്പൊ ശ്രീനാരായണ മഹർഷി പറഞ്ഞു: ബ്രഹ്മർഷി, അങ്ങയുടെ കീർത്തിയെപ്പറ്റി സുധർമ്മ സഭയിൽ കീർത്തിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചു. മഹർഷി, അപ്രകാരമുള്ള മഹാത്മാവായ അങ്ങയെ നേരിട്ട് കാണാൻ വന്നതാണ് ഞാൻ. ഇത്രയും പറഞ്ഞ നാരദൻ ഗായത്രി ദേവിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയെ ദർശിച്ചു. മഹർഷിയുടെ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട് നാരദർ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഗൗതമ മഹർഷിയുടെ ഉത്കർഷത്തെപ്പറ്റി നാരദൻ പറഞ്ഞത് കേട്ട് അസൂയാലുക്കളായി കുറേ ബ്രാഹ്മണൻ. അതാണ്, ഒന്നും ഒരാള് നല്ലത് ചെയ്യുന്നത് കണ്ടുകൂടാ, ഒരാളെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത് കേട്ടുകൂടാ. അതന്നും ഇന്നും ഉള്ളൊരു കാര്യമാണ്, സമ്മതിക്കാതെ വയ്യ. എന്താണിപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഉത്കർഷത്തിന് കോട്ടം തട്ടിക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ള വിചാരത്തിലായവര്.
കാലം അനുകൂലമായ സമയത്ത് ഭൂമിയിൽ എല്ലായിടത്തും മഴയുണ്ടായി, രാജ്യമെങ്ങും സുഭിക്ഷതയിലായി. ഈ സമയത്ത് ഗൗതമ മഹർഷി ശപിക്കപ്പെടാനുള്ള ഉപായങ്ങൾ ചിന്തിക്കുകയായിരുന്നു ആ ബ്രാഹ്മണർ. ഇങ്ങനെയുള്ളവരുടെ പിതാക്കന്മാരായി ജനിച്ചവരുടെ ധന്യതയെപ്പറ്റി എന്ത് പറയാൻ? ആ ബ്രാഹ്മണർ ചാവാറായ തള്ളപ്പശുവിനെ ഹോമശാലയിലേക്ക് തള്ളിവിട്ടു. നോക്കിക്കൊടുക്കുന്ന പണി. അത് കണ്ടപ്പോൾ മഹർഷി ഹോമം മുടങ്ങാതിരിക്കാൻ എന്ന് പറഞ്ഞ് തടുത്തു. എന്നാൽ വിധി വൈപരീത്യം എന്നോണം ആ തള്ളപ്പശു അവിടെ കിടന്ന് ചാവുകയും ചെയ്തു. ചവാനായ തന്നെ 4 കാലം ഇങ്ങനെ നടക്കുമ്പോൾ കൂട്ടിമുട്ടിക്കൊണ്ട് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കുത്തിയാൽ മറ്റേ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ 2 പള്ള ഇങ്ങനെ ഒട്ടിയിട്ട് ആ ഒരു രീതിയിലായ പശുവിനെയാണ് കൊണ്ടുവന്നിട്ടിട്ടത്. ഇത് കണ്ട ഉടനെ ബ്രാഹ്മണർ ഈ മഹർഷി പശുവിനെ കൊന്നു ഉറക്ക വിളിച്ചു പറഞ്ഞു. മഹർഷി എന്ത് ചെയ്തു? വേഗം ഹോമം പൂർത്തിയാക്കി. അദ്ദേഹം അത്ഭുതപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നറിയാൻ അദ്ദേഹം സമാധിസ്ഥനായി. മഹർഷി തന്റെ ദിവ്യദൃഷ്ടിയിൽ ഇത് ബ്രാഹ്മണർ തനിക്ക് ചെയ്ത ദ്രോഹമാണെന്ന് മനസ്സിലാക്കി. ബ്രാഹ്മണനോട് വഞ്ചന മനസ്സിലാക്കിയ ഗൗതമ മഹർഷി കോപത്തോടുകൂടി എല്ലാവരെയും ശപിച്ചുകൊണ്ട് പറഞ്ഞു, നീച ബ്രാഹ്മണരെ, ഗായത്രി ജപത്തിലും ധ്യാന ജപാദികളിലും നിങ്ങൾ വിമുഖരാവട്ടെ. വേദങ്ങളിലും വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരാവട്ടെ. മൂലപ്രകൃതിയുടെ ധ്യാനത്തിലും ദേവി മന്ത്രങ്ങളിലും ക്ഷേത്ര പൂജകളിലും നിങ്ങൾ വിമുഖരാവട്ടെ. ദേവിയുടെ ഉത്സവം കാണുവാനും നാമസങ്കീർത്തനങ്ങളിലും നിങ്ങൾ വിമുഖരാവട്ടെ. ശിവോത്സവം കാണുവാനും ശിവാർച്ചനയിലും ശിവഭക്തന്മാരെ ആദരിക്കുന്നതിലും നിങ്ങൾ വിമുഖരാവട്ടെ. ശ്രുതിസ്മൃതി സദാചാരങ്ങളിലും അതുപോലെ ജ്ഞാനമാർഗങ്ങളിലും നീചബ്രാഹ്മണരെ നിങ്ങൾ വിമുഖരാവട്ടെ. നല്ല കൊടുത്തു. ശുദ്ധഭസ്മം, വില്ലുതളം, രുദ്രാക്ഷം എന്നിവകളിലും നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരായി തീരട്ടെ. സ്വാധ്യായാധ്യയനങ്ങളിലും ദമം, ശമം തുടങ്ങിയവയിലും നിങ്ങൾ വിമുഖരായി തീരട്ടെ. നിത്യകർമ്മങ്ങളിലും അഗ്നിഹോത്രാദികളിലും നിങ്ങൾക്ക് താല്പര്യമില്ലാതെ വരട്ടെ. ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കാൻ വിമുഖരാവട്ടെ. നിങ്ങൾ ശ്രീദേവി ഒഴിച്ച് മറ്റു ദേവതകളിൽ നിങ്ങൾ താല്പര്യം ഉണ്ടാവട്ടെ. നിങ്ങൾ സ്വന്തം ജനങ്ങളെ ക്രയവിക്രയം ചെയ്യാൻ ഇടവരട്ടെ. നിങ്ങൾ വേദം വിൽക്കപ്പെടുന്നവരും തീർത്ഥം വിൽക്കുന്നവരുമായി തീരട്ടെ. നിങ്ങൾ കാപാലിക മതാസക്തരും ബൗദ്ധശാസ്ത്ര തൽപരരും നാസ്തികാചാര നിരതരുമായി തീരട്ടെ. കണക്കിന് കൊടുക്കുന്നുണ്ട്. ഗോദാനങ്ങളിലും പിതൃശ്രാദ്ധങ്ങൾ ചെയ്യുന്നതിലും നിങ്ങൾ വിമുഖരായി തീരട്ടെ. നീചബ്രാഹ്മണരെ, നിങ്ങൾ പരസ്ത്രീ ഗമനക്കാരായി തീരട്ടെ. പാഞ്ചരാത്രം, കാമശാസ്ത്രം എന്നീ ശാസ്ത്രങ്ങളിൽ തൽപരരാകട്ടെ. നിങ്ങളുടെ വംശത്തിൽ ജനിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എൻ്റെ ശാപത്താൽ നിങ്ങൾക്ക് സമന്മാരായി തീരട്ടെ. എല്ലാവരും നിങ്ങളെ പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഗായത്രി ദേവിയുടെ കോപത്തിന് പാത്രീഭൂതരായി തീരട്ടെ. എക്കാലത്തും നിങ്ങൾ അന്ധകോപം എന്ന നരകത്തിൽ പതിക്കാനിടവരട്ടെ. അത്രമാത്രം ഗൗതമ മഹർഷി നല്ല ശാന്ത സ്വഭാവമുള്ള ഒരാളാണ്. അത്രമാത്രം സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രകാരം ശപിച്ചതിന് ശേഷം ഗൗതമ മഹർഷി ജലം എടുത്ത് ആചമിച്ചു. അതിനുശേഷം മഹർഷി ഗായത്രി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോയി. മഹർഷി ചെന്ന് ദേവിയെ ദർശിച്ചപ്പോൾ എന്താണ് കണ്ടത്? ബ്രാഹ്മണർക്ക് നേരിട്ട ശാപം കണ്ട് ദേവി വിസ്മയാധീനയായിരിക്കുന്നതായിട്ടാണ് അത്രേ കണ്ടത്. ഇന്ന് ദേവിയുടെ മുഖത്ത് ആ വിസ്മയഭാവം കാണാമത്രേ അവിടെ. ദേവി ഗൗതമ മഹർഷിയോട് പറഞ്ഞു, പാല് കൊടുത്താലും പാമ്പ് വിഷം മാത്രമേ തിരിച്ചു തരൂ. ഹേ മഹാഭാഗ, അങ്ങ് ശാന്തനായിരിക്കും. കർമ്മത്തിന്റെ ഗതി ഇപ്രകാരമാണ്. ഇപ്രകാരം അരുളി ചെയ്ത് ദേവിയെ നമസ്കരിച്ച് മഹർഷി സ്വന്തം ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. ശാപഗ്രസ്തരായ ബ്രാഹ്മണരെന്ത് ചെയ്തു? വേദങ്ങളൊക്കെ മറന്നു. ഗായത്രി മന്ത്രം പോലും അവർക്ക് തോന്നാതായ പശ്ചാത്താപവിശരായി മുന്നോട്ട് സമീപം ചെന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത് പറഞ്ഞു, മഹാത്മൻ, അപ്പതെന്നാലും ഞങ്ങളുടെ തെറ്റ് പുറത്താലും എന്നും പറഞ്ഞ് തേങ്ങി കരഞ്ഞു. ഇത് കണ്ട് കരുണ തോന്നിയ ഗൗതമൻ അവരെ സമാശ്വസിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ കൃഷ്ണാവതാരം വരെ ഇങ്ങനെ തന്നെ കഴിയുവിൻ. കലിയുഗത്തിൽ നിങ്ങൾ വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. എൻ്റെ വാക്ക് വെറുതെ ആവില്ലെന്ന് ധരിക്കുക. എൻ്റെ ശാപത്തിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഗായത്രി ദേവിയുടെ പാദങ്ങളെ അടിവണിഞ്ഞുകൊള്ളുക. പ്രകാരം ഉപദേശിച്ച് മഹർഷി അവരെ പറഞ്ഞു വിട്ടു. എല്ലാം കർമ്മഫലം തന്നെയെന്ന് ചിന്തിച്ച് മഹർഷി സമചിത്തനായി. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ അവതാരോദ്ദേശവും കഴിഞ്ഞ് സ്വധാമത്തിലേക്ക്
ഗമിക്കവേ കലിയുഗവും ആഗതമായല്ലോ. ഭഗവാനെ പൊടിച്ചിട്ട് അതുവരെ വരാതിരുന്ന ശാപം കിട്ടിയ ബ്രാഹ്മണന്മാർ കുംഭീഭാഗത്തിൽ നിന്ന് മോചിതരായി ഭൂമിയിൽ വന്ന് ജനിച്ചു. അതുകൊണ്ടാണ് ബ്രാഹ്മണർ വേദത്തിൽ ശ്രദ്ധ ഊന്നാതെയും അഗ്നിഹോത്രാദികൾ ചെയ്യാതെയും ആയിത്തീർന്നത്. അവർ മൂലപ്രകൃതിയെ ഒരു തരത്തിലും മനസ്സിലാക്കാത്തവരായി, ത്രിസന്ധ്യകളില് ഗായത്രി ജപത്തെ നിഷേധിച്ചവരായി. അതൊക്കെ ഗൗതമ മഹർഷിയുടെ ശാപം കൊണ്ടാണ്. ചിലർ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ചിലർ കാപാലികരാണ്, ബൗദ്ധമതക്കാരാണ്. പണ്ഡിതന്മാരും അതിൽ കുറവല്ല. എന്നാൽ അധികം പേരും ദുരാചാരികളുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമേശ്വരിയെ തന്നെ ഭജിക്കണമെന്ന് വ്യാസമഹർഷി ജനമേജയ രാജാവിനോട് പറയുന്നു. ശിവോപാസനയോ വിഷ്ണുപാസനയോ നിത്യമല്ല. നിത്യമായത് ശക്തി ഉപാസന മാത്രമാണ്. അത് ചെയ്തില്ലെങ്കിൽ അധപ്പതിക്കുക തന്നെ ചെയ്യും. രാജൻ, അങ്ങ് ചോദിച്ചതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇനി മണിദ്വീപിന്റെ വർണ്ണന കേട്ടാലും. സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ആദ്യയായ പരമേശ്വരുടെ പരമമായ സ്ഥാനമാണത്. അങ്ങനെ ഗൗതമശാപം എന്ന 9-ാം അധ്യായം ദേവീപാദങ്ങളെ സമർപ്പിച്ചു. കുറച്ചുകൂടി മണിദ്വീപത്തിന് നമുക്ക് കുറച്ചെന്ന് വർണ്ണിക്കാം. വ്യാസമഹർഷി ജനമേജയ രാജാവിന് മണിദ്വീപിനെ പറ്റി വർണ്ണിച്ച് കേൾപ്പിക്കുന്നു. അല്ലയോ ഭൂപതേ, ബ്രഹ്മാണ്ടത്തിന് മേലെയായി സർവലോകം എന്നുകൂടി പേരുള്ള വിസ്തൃതമായ മണിദ്വീപം സ്ഥിതി ചെയ്യുന്നു. മൂലപ്രകൃതിയായ ദേവി നേരത്തെ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയതാണ് ആ ദ്വീപ്. ഗോലോകം, വൈകുണ്ഠം, കൈലാസം എന്നീ പത്തനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ സ്ഥാനമാണിത്. ഇതിനേക്കാൾ മനോരഞ്ജകമായ മറ്റൊരു ലോകം എവിടെയുമില്ല. 3 ലോകത്തിന്റെയും സംസാര ദുഃഖം അകറ്റുന്നതിനു വേണ്ടി ബ്രഹ്മലോകത്തിനും മുകളിലായി തണലേക്കുന്ന മാതിരി ഒരു വെൺകൊറ്റക്കുട നിവർത്തിപ്പിടിച്ചതുപോലെയാണ് മണിദ്വീപ് വിരാജിക്കുന്നത്. മണിദ്വീപിന് ചുറ്റുമായി അനേകം യോജന വിസ്തീർണത്തിൽ സുധാസമുദ്രം ചുറ്റപ്പെട്ട് കിടക്കുന്നു. ആ സമുദ്രത്തിൽ ശംഖ്, രത്നങ്ങള്, മുത്തുകള്, ഭംഗിയുള്ള മത്സ്യങ്ങള്, മിനുസമുള്ള മണൽത്തിട്ടകള് എന്നിവയിൽ തട്ടി വരുന്ന തിരമാലകളുടെ കണങ്ങൾ ദ്വീപിലേക്ക് തെറിക്കുന്നത് കാരണം ആ ദ്വീപിന് എപ്പോഴും ശീതളിമ അനുഭവപ്പെടുന്നു. ആ സമുദ്രത്തിൽ കൂടി കളിയോടങ്ങൾ ഒഴുകി സഞ്ചരിക്കുന്നു. ആ ഓടങ്ങളുടെ ധ്വജങ്ങളിൽ കെട്ടിയിരിക്കുന്ന വർണ്ണാഭമായ കൊടിക്കൂറകൾ ഒരേ ദിശയിൽ പാറി കാണികൾക്ക് നയനാനന്ദകരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പിന്നെന്താ, ഇതിന്റെ തീരത്തുള്ള രത്നവൃക്ഷക്കാട്ടിന്റെ അപ്പുറത്തായി 7 യോജന വിസ്തീർണത്തിൽ ആകാശമുട്ടമാർ ഒരു ഇരുമ്പ് കോട്ട സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനു ചുറ്റും ശാസ്ത്രാസ്ത്ര വിദ്യകളും യുദ്ധമുറകളും അറിയുന്നവരുമായി ഒട്ടനേകം കാവൽക്കാർ ജാഗ്രതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ആ കോട്ടയുടെ 4 ഭാഗത്തും കൂറ്റൻ വാതിലുകളുണ്ട്. ആ വാതിലുകളിൽ ഓരോന്നിനും അനവധി കാവൽക്കാരുമുണ്ട്. ലോകമാതാവായ ദേവിയെ തൊഴാൻ വരുന്നവരെയും അവർ വന്ന വിമാനങ്ങളെയും നിയന്ത്രിക്കാൻ കാവൽക്കാർ പരിശ്രമിക്കുന്നു. ഇടക്ക് നിയന്ത്രണം തെറ്റിക്കുന്നവരുടെ മേൽ ചൂരൽ പ്രയോഗവും നടക്കുന്നുണ്ട്. കുതിരകളുടെ ചനപ്പ്, ദേവീഗണങ്ങളുടെ ആർപ്പുവിളി, ഇതൊക്കെ കൊണ്ട് അവിടമാകെ ശബ്ദമുഖരിതമാണ്. അവിടെയൊക്കെ അടുത്തടുത്തായി തെളിനീർ നിറഞ്ഞ മനോഹരമായ തടാകങ്ങളുമുണ്ട്. അതിനു ചുറ്റുമായി രത്നവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂങ്കാവനങ്ങളുമുണ്ട്. ആ പൂങ്കാവനങ്ങൾക്കും അപ്പുറത്തായി ഓടുകൊണ്ട് കോട്ട കെട്ടി വേർതിരിച്ചിരിക്കുന്നു. ഈ കോട്ടയും ആകാശത്ത് ചുംബിക്കുന്നെന്ന് തോന്നുമാറ് ഉയരത്തിലാണ്. ഇതിന് നേരത്തെ പറഞ്ഞ കോട്ടയേക്കാൾ 10 മടങ്ങ് ഭംഗിയുണ്ട്. അനേകം ഗോപുരദ്വാരങ്ങളും ആ കോട്ടക്കുണ്ട്. അതിനു ചുറ്റും പൂത്തും തളിർത്തും കാഴ്ച നിൽക്കുന്ന അനേകം വൃക്ഷങ്ങളുമുണ്ട്. ആ മരങ്ങളിലെ പൂമ്പൊടിയിൽ തട്ടി വരുന്ന കാറ്റിന് അത്യന്തം സുഗന്ധമുണ്ട്. എന്നിട്ട് നമുക്ക് ദേവിയുടെ മണിദ്വീപ് വർണ്ണന ഇവിടെ നിർത്താൻ പോകുന്നു. ബാക്കി നാളെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പറയുമ്പം കേൾക്കുന്നവർക്കൊരു സുഖം തോന്നൂല. അതുകൊണ്ട് ബാക്കി നാളെ പറയാം. ഇന്നത്തെ ഭാഗം ദേവീ പാദങ്ങളിൽ സമർപ്പിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.